ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. സ്പെസിഫിക് കോൺട്രാക്ട് ലോയിൽ വരുന്ന ബാക്കി എല്ലാ പോർഷൻസും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് പോർഷനായിട്ട് വരുന്നതാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. 1932 മുൻപ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പാർട്ട്ണർഷിപ്പ് ലോ എന്ന് പറയുന്നത്. പിന്നീട് ഒക്ടോബർ 1 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നു. അതോടുകൂടി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുണ്ടായിരുന്ന പാർട്ട്ണർഷിപ്പ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസുകളെല്ലാം തന്നെ റിപ്പീൽ ചെയ്ത് കളഞ്ഞു. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് പാർട്ട്ണർഷിപ്പ്, എങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാം, എന്താണ് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ who have agreed to share the profit of a business carried on by all or any of them acting for all. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ് ആണ്. എന്ത് റിലേഷൻഷിപ്പാണ്? ഈ പാർട്ടീസ് എല്ലാവരും തമ്മിൽ എഗ്രി ചെയ്യാണ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഇനി ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നടത്തുന്നതാവാം, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് 2 or 3 പേര് മുന്നിൽ നിന്ന് ചെയ്യുന്നതാവാം. അപ്പം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എൻട്രി ചെയ്തിട്ടുള്ള ഓരോരോ ആളുകളെയും ഇൻഡിവിജ്വലി പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ് എന്ന്. ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്നത് എ ഫേം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്നായിരിക്കും. ഇനി അതുപോലെ ഇവർ നടത്തുന്ന ഈ ബിസിനസ്, അതിനൊരു പേരുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫേം നെയിം എന്ന് പറയുന്നത്. ആ പേരായിരിക്കും ഫേം നെയിം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 4 പറയുന്നത്. ഇനി ഈ സെക്ഷൻ 4 പറയുന്ന എലമെൻറ്റ്സ് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആവുള്ളൂ. ഒരാളെ മാത്രം വെച്ചുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നടത്താൻ പറ്റില്ല. എം കസം വേഴ്സസ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ അതാണ് പറയുന്നത്. ഇനി 2 പേര് നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അതിനകത്ത് ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസോൾവെൻറ്റ് അല്ലെങ്കിൽ പാപ്പരാവുകയോ ഒക്കെ ചെയ്യുകയാണെന്ന് വയ്ക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം പിന്നെ നിലനിൽക്കില്ല. കാരണം പിന്നീട് അവിടെ ബാക്കിയാവുന്നത് ഒരാൾ മാത്രമാണിരുന്നത്. അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരാളുടെ മരണമോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ ആ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സീസ് ടു എക്സിസ്റ്റ് ആക്കുന്നത്. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ അവിടെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം പാർട്ടീസ് തമ്മിൽ. ആ എഗ്രിമെൻറ്റ് ഓറൽ ഫോമിലോ അല്ലെങ്കിൽ റൈറ്റിംഗ് ഫോമിലോ ആകാം, അല്ലെങ്കിൽ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആകാം. പക്ഷേ എപ്പോഴും ഒരു റൈറ്റിംഗ് ഫോമിലുള്ള എഗ്രിമെൻ്റ് ആണ് സേഫ് എന്ന് പറയുന്നത്. വാക്കാൽ പറയുന്നതിനെ പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഓറൽ ഫോമിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റും വാലിഡ് തന്നെയാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ് എന്നാണ് കേളുക്കുട്ടിയുടെ കേസ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്ഷൻ 5 പറയുന്നുണ്ട് ദ റിലേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എറൈസ് ഫ്രം കോൺട്രാക്ട് ആൻഡ് നോട്ട് ഫ്രം സ്റ്റാറ്റസ്. അതായത് എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് എറൈസ് ചെയ്യുന്നത് കോൺട്രാക്റ്റിൽ നിന്നായിരിക്കണം, അല്ലാതെ ഒരു സ്റ്റാറ്റസിൽ നിന്ന് ഫോം ചെയ്യുന്നതാവരുത്. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഈ സെക്ഷൻ 5 തന്നെ പറയുന്നുണ്ട് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഥാനായകൻ സിനിമയിൽ കാണുന്ന ഫാമിലി ഉണ്ടല്ലോ, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുള്ള ഒരു ഫാമിലി. അപ്പം നമ്മൾ ആ സിനിമയിൽ തന്നെ കാണുന്നുണ്ട്, അവർക്ക് കുറേ ബിസിനസ്സുകളുണ്ട്, ആ ബിസിനസ് നോക്കി നടത്തുന്നത് ആ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് നമുക്ക് പറയാമെങ്കിലും പക്ഷെ അത് പാർട്ട്ണർഷിപ്പ് അല്ല. പാർട്ട്ണർഷിപ്പ് ലോയുടെ കീഴിൽ അതൊരു പാർട്ട്ണർഷിപ്പ് അല്ല. അവിടെ ഒരു ഫാമിലിയുടെ സ്റ്റാറ്റസിലാണ് ഈ പറയുന്ന അവരുടെ ഫാക്ടറീസും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നത്, അല്ലാതെ ഒരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല. സോ ദ മെമ്പേഴ്സ് ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ക്യാരിയിങ് ഓൺ എ ഫാമിലി ബിസിനസ് ഓർ എ ബർമീസ് ബുദ്ധിസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാരിയിങ് ഓൺ ബിസിനസ് ആർ നോട്ട് പാർട്ട്നേഴ്സ് ഇൻ സച്ച് ബിസിനസ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ ഒപ്പം പറയേണ്ട കാര്യമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻ്റ് ഒന്നുമല്ല. However, it is advisable to have partnership deed in writing.
അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ദ റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്നേഴ്സിൻ്റെ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എഴുതിയിട്ടുള്ള ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇനി ഒരു പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിലുള്ള ഓരോ പാർട്ട്നേഴ്സിൻ്റെ കയ്യിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടന്റ് എന്ന് നോക്കാം. അതിൻ്റെ ഫേമിൻ്റെ നെയിം ഉണ്ടാവണം, പാർട്ട്നേഴ്സിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സസ് ഉണ്ടാവണം, എന്താണ് ബിസിനസ്, ഈ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ബിസിനസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം, ബിസിനസ് പ്ലേസിൻ്റെ അഡ്രസ്സ് ഉണ്ടാവണം, എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, ആ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ മെൻഷൻ ചെയ്യണം. പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ എത്രയൊക്കെയാണ്, പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് അതിനെക്കുറിച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം, പ്രൊവിഷൻ ഫോർ എക്സ്പൾഷൻ ഓഫ് എ പാർട്ട്ണർ, എപ്പോൾ ഒരു പാർട്ട്ണറിനെ പുറത്താക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം, ആർബിട്രേഷൻ ക്ലോസ് ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ആർബിട്രേഷൻ എങ്ങനെ നടക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസുകളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത എസെൻഷ്യൽ ഓഫ് ആൻ പാർട്ട്ണർഷിപ്പ് ഇസ് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ആയിരിക്കണം. ഫസ്റ്റ് നമുക്ക് എന്താണ് ബിസിനസ് എന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ വരുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലോഫുൾ ബിസിനസ് ആയിരിക്കണം. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത് ഒരു ഇല്ലീഗൽ ബിസിനസ് നടത്താനാണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം വോയിഡ് അബ് ഇനീഷ്യോ ആയിരിക്കും. തുടക്കം മുതലേ ആ ബിസിനസ് വോയിഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. ഇനി സെക്ഷൻ 2 ക്ലോസ് ബിയിൽ പറയുന്നത് ബിസിനസ് ഇൻക്ലൂഡ്സ് എവറി ട്രേഡ്, ഒക്യുപ്പേഷൻ ആൻഡ് പ്രൊഫഷൻ എന്നാണ്. ആൻഡ് ഈ പറയുന്ന ബിസിനസ് ഒരു ലോങ് സ്റ്റാൻഡിങ് ആവണമെന്നോ അല്ലെങ്കിൽ പെർമനൻറ്റ് ബിസിനസ് ആവണമെന്നോ നിർബന്ധമൊന്നുമില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോസസും, അതായത് ഉണ്ടാകുന്ന നഷ്ടങ്ങളും അതുപോലെ തന്നെ ഇവർ ഷെയർ ചെയ്യണം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ലോസസ് ഷെയർ ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ അത് അവരവരുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു പ്രപ്പോർഷനൊക്കെ ഉണ്ടാവും. ഓരോരുത്തരും ഓരോ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു എമൗണ്ട് ഇടുമല്ലോ, ഇനീഷ്യലി ഒരു എമൗണ്ട് ഇട്ടിട്ടായിരിക്കുമല്ലോ ആ പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നത്. അപ്പോൾ മിക്കവാറും അതിൻ്റെ ഒരു ബേസിസിലായിരിക്കും ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ റേഷ്യോനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോഫിറ്റ് ഷെയറിങ് നടക്കുന്നത്. ഇനി 3-4 പാർട്ട്ണർമാരുണ്ട്, പക്ഷെ അതിനകത്ത് ഒരാൾ മാത്രമാണ് പ്രോഫിറ്റ് വാങ്ങിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ പാർട്ട്നേഴ്സിനും കുറഞ്ഞും കൂടിയും ഒക്കെ രീതിയിൽ ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടിയിരിക്കണം, എങ്കിൽ മാത്രമാണ് അതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആവുള്ളൂ. മുഹമ്മദ് ഹനീഫ് വേഴ്സസ് മുഹമ്മദ് ഇക്ബാലിൻ്റെ കേസിൽ പറയുന്നത് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പ്രസ് എഗ്രിമെൻ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അതിൻ്റെ കോർട്ട് പറഞ്ഞത് എക്സ്പ്രസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. കോക്സ് വേഴ്സസ് ഹിക്മാൻ്റെ കേസിൽ കോടതി പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ടു ഷെയർ ബോത്ത് ദ പ്രോഫിറ്റ് ആൻഡ് ദ റിസ്ക് ഓഫ് ദ ബിസിനസ് ആസ് കോ ഓണേഴ്സ്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ പാർട്ട്നേഴ്സിന് അവരുടെ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ്സും അതുപോലെ റിസ്കുകളും കോ ഓണേഴ്സിനെ പോലെ ഷെയർ ചെയ്യുമ്പോഴാണ്. ഇനി അടുത്ത എസെൻഷ്യലാണ് ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. സെക്ഷൻ 18 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിനൊരു മ്യൂച്വൽ ഏജൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഓരോ പാർട്ട്ണർ എന്ന് പറയുന്നതും ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും അതുപോലെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെയും ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏജൻസി മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഏജൻറ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് ബൈൻഡിങ് ആയിരിക്കും.
അതായത് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമിനും ബൈൻഡിങ് ആയിരിക്കും.